ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ന്യൂ ഇയർ സെലിബ്രേഷനും അതുപോലെ തന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ആയിട്ട് ചിരിച്ചായിരുന്നാ വീട്ടിൽ അപ്പം ഇന്ന് ഡിസംബർ 31, 2024, നാളെ ജാനുവരി 1, 2025. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ജസ്റ്റ് ന്യൂ ഇയർ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ജാനുവരി 1. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഈ ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ വന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓബൈ താമര ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി കൊല്ലത്താണുള്ളത്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ രാവിലെ 12 o'clock ഉച്ചയ്ക്ക് 12 o'clock നമുക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ പതുക്കെ ഡ്രൈവ് ചെയ്ത് ട്രിവാൻഡ്രം പോയി ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ടാണ് ഞാനിത് കൊടുക്കുന്നതെന്നായിരുന്നു ഓൾറെഡി അറിയാം. അപ്പം നമ്മൾ ബർത്ത്ഡേയും ന്യൂ ഇയറും കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തവണ ഓബൈ താമരയിലാണ് ട്രിവാൻഡ്രത്ത്. അപ്പം ഇന്ന് രാവിലെ ഞാനപ്പോൾ കുറച്ച് പാക്കിങ്, കുറച്ച് ഡ്രസ്സ് 2 daysനുള്ള ഡ്രസ്സും നമ്മൾ നാളെ ഈവനിങ് ചെക്കൗട്ടാവും. അപ്പം പിന്നെ കുറച്ച് സർപ്രൈസസും ഏട്ടന് വേണ്ടിയിട്ട് ഏട്ടൻ പോലും അറിയാം. ഏട്ടനറിയാം എന്തെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിക്കുമെന്ന്, പക്ഷേ എന്നാലും കുറച്ച് സർപ്രൈസസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് വന്നിട്ട് കാണാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും സർപ്രൈസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയത്തില്ല. ഇവിടെ വച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടൻ കണ്ടുപിടിക്കും, ഇപ്പോഴേ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയെടുത്തൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. രാവിലെ ഏട്ടൻ എണീച്ചിട്ടില്ല. ഏട്ടൻ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് പോയിട്ട് വരണം ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ ഓൾറെഡി ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഞാൻ ചേച്ചിയുടെ അടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ ഇത് സർപ്രൈസായിട്ട് ഒന്നും അറിയിക്കാതെ വേണം കൊണ്ട് നടക്കാൻ. മിക്കവാറും അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം എന്തായാലും എന്നെ പിടിയും. അതൊക്കെ പോട്ടെ. അപ്പം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അതെല്ലാം സെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഇന്നത്തെ ഡേയുടെ ഡെക്കറേഷൻ്റെ സാധനങ്ങളും അതുപോലെ തന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന ഹാമ്പറും എല്ലാം ചെയ്തിരിക്കുന്നത് ഡ്രീമി വർക്കേഴ്സാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് കൊടുത്തേക്കാം, എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടിയാണ്. അപ്പം ലിങ്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെക്ക്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡിസംബർ 31 ആണ് 2024. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷനും അതുപോലെ തന്നെ ഏട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഓബൈ താമരയിൽ ഒരു 1 night റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. നമ്മൾ കറൻ്റ്ലി കൊല്ലത്താണുള്ളത്. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പം ന്യൂ ഇയറിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് അറൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പം നമ്മൾ ഓബൈ താമരയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു ജസ്റ്റ് നിങ്ങൾക്കൊരു റൂം ടൂർ തരാമെന്ന് വിചാരിച്ചു. അപ്പം സ്റ്റാർട്ടിങ് തന്നെ വരൂ ക്യാമറമാൻ. സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്. കബോർഡിനകത്ത് വന്നിട്ട് ജസ്റ്റ് എന്താ പറയണേ, അയണിങ് ടേബിളും അതുപോലെ തന്നെ ഒരു അയൺ ബോക്സും താഴെ ഒരു വെയിങ് മെഷീനും ഇരിപ്പുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു ലോക്കർ, പിന്നെ ലോണ്ട്രി ബാഗ്, പിന്നെ ചപ്പൽസ്, പിന്നെ ഷൂ പോളീസ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇരിപ്പുണ്ട്. മേലിൽ ഹാങ്ങേഴ്സ് ഉണ്ട്. പിന്നെ അതിന് ശേഷം ആദ്യമേ ടോയ്ലറ്റ് കാണിക്കുന്നുള്ളൂ, നമുക്ക് അവിടെ ടോയ്ലറ്റ് ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഷൂ റാക്കും കാര്യങ്ങളും ചെറിയൊരു ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താഴോട്ട്. പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫുൾ സൈസ് മിറർ, പിന്നെ നമ്മൾ ലഗേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലഗേജിന് വെക്കാനുള്ള സൈഡാണത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും നേരെ ഓക്കെ ഓൾ കെറ്റിൽ, ഗ്ലാസ്, പിന്നെ 2 കബോർഡും കൂടി ഉണ്ട്. ഇത് മിനി ഫ്രിഡ്ജ്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ്. ഓക്കെ, 3 ഫ്രൂട്ട് മിക്സ് ഇരിപ്പുണ്ട്. നെക്സ്റ്റ് ഇതെൻ്റെ ബാഗാണ്.
അതിനുശേഷം TV, ടിഷ്യൂ ബോക്സ്. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കേരള കാഷ്യൂനട്ട്. ദെൻ ഇത് ഏട്ടനൊരു ഫേവറേറ്റ് ചോക്ലേറ്റ്, ലിസോ പെബിൾസ്. ദെൻ ഇതെന്താ, ശർക്കര വരട്ടി ഉപ്പേരി. പിന്നെ കേരള സ്പൈസി മിക്സ്ചർ, കേരള ബനാന ചിപ്സ്, പിന്നെ അരിമുറുക്ക്. പിന്നെ അവർ അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് പോർട്ടുണ്ട്. ഓക്കെ, പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഒരു കബോർഡ്, പിന്നെ സോഫ എക്സെട്ര. ഇത് സ്യൂട്ട് റൂമാണ്, ഞാൻ സോറി എലൈറ്റ് റൂമാണ് ബുക്ക് ചെയ്തത്. നമ്മൾ നേരെ കാണുന്നത് ലുലു മോളാണ്, സ്ട്രീറ്റ് കാണുന്നത്. ഇത് വന്നിട്ട് 8th ഫ്ലോറാണ്. അപ്പം ഓക്കെ, ഒരു നൈസ് വ്യൂ. രാവിലെ എണീറ്റ് വന്നിട്ട് നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സിറ്റിയുടെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, വോൾ പിക്ചേഴ്സ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ബെഡ്റൂം, ഞാനും കൂടി ഒന്ന് എത്തിക്കോട്ടെ. നമ്മുടെ ബെഡ്, ഇത് ബെഡ്റൂമിനകത്ത് തന്നെ ഒരു വ്യൂ ആണത്. അപ്പം ബെഡ്, പിന്നെ വീണ്ടും ഇവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഓക്കെ നോർമൽ ബെഡും കാര്യങ്ങളൊക്കെ. അവിടെ ടെലിഫോൺ, ഇവൻ്റെ ടെലിഫോൺ, ജസ്റ്റ് പെൻസിൽ, അവരുടെ മെനു. വീണ്ടും ഇതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡിലും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാഷ്റൂം നോക്കാം. ഓ, അത് ഓപ്പൺ സ്പേസാണ്. ഓക്കെ ഗൈസ്, ഇതാണ് വാഷ്റൂം. വാഷ്റൂമിൽ വീണ്ടും ഒരു മിററുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇവിടെ വാഷ് ബേസൺ, പിന്നെ അവിടെ വാനിറ്റി, സാനിറ്ററി ബാഗ്സ്, പിന്നെ ക്ലോത്ത്സ്, പിന്നെ വീണ്ടും ഒരു ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ പോലെ ബാത്ത് സ്പേസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂം ടൂർ. ഇനിയും ബാക്കി വിശേഷങ്ങൾ നമ്മൾ താഴോട്ട്. ഇനിയിപ്പം നമ്മൾ ജസ്റ്റ് ചെക്കിങ് കയറി വന്നതേ ഉള്ളൂ. വന്നപ്പോൾ തന്നെ നേരെ അങ്ങ് റൂം കുളമാക്കുന്നതിന് മുമ്പ് റൂം ടൂർ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ കുറച്ചായിട്ട് നമ്മളിനി താഴെ പോയി. നമ്മൾ വന്നിപ്പം ഏകദേശം 1 o'clock ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പം തൊട്ടടുത്താണ് ലുലു മാൾ. അപ്പം നമ്മൾ ഇവിടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ലുലു പോവും. പിന്നെ ഈവനിങ് വരും. പിന്നെ അങ്ങനത്തെ കുറച്ച് ഈവനിങ് ഡിന്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് 1 night വേണ്ടിയിട്ടാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷം. അപ്പം ഗൈസ്, നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ലുലുവിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പം നേരെ കുറച്ച് ലുലുവിൽ പോയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. ഈവനിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വരാമെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഫുഡും കഴിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഈവനിങ് തിരിച്ച് വരാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ബാക്കി ഡിന്നറും കാര്യങ്ങളോട്ടൊക്കെ പോകുന്നതാണ് പ്രസന്റിൽ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലുലുവിലോട്ട് പോകാൻ പോവാണ്. തൊട്ട് 2 മിനിറ്റേ ഉള്ളൂ. ഞാൻ നേരത്തെ ലുലു റൂം ടൂറിനകത്ത് കാണിച്ചതുപോലെ ജസ്റ്റ് 2 minutes നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. 2 minutes പോലും വേണ്ട, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. ബട്ട് നല്ല വെയിലാണ്. പിന്നെ ബെറ്റർ ടു ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുന്നതാണ്. സോ ഞങ്ങൾ വണ്ടിയിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പം ബാക്കി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി നോക്കണം. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലുലുവിൽ കയറി ഫോസിൻ്റെ വാച്ച് ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ടൈറ്റ് ചെയ്തു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് മിനീസ് കണ്ടു. അപ്പോൾ മിനീസ് കണ്ടപ്പോഴത്തേക്കും ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷേ ബൈ എനിക്കാണ് ഞാൻ എടുത്തത്. അതാണ് നേരത്തെ 2 സാധനം കാണിച്ചത്. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ സെയിലാന്ന് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രസ്സ് എടുത്തു. സെയിലുണ്ടായതുകൊണ്ട് കുറച്ച് രീതിയിൽ നല്ലപോലെ എടുത്തു. പിന്നെ ചേട്ടനും കുറച്ച് സംഭവങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കി. പിന്നെ അവിടുന്ന് നമ്മൾ ബില്ലടിച്ച് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വാച്ച് റെഡിയായി കിട്ടി. നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടുന്ന സമയത്തായിരുന്നു മിനിസോ കയറിയത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മക്ഡൊണാൾഡ്സിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കൊതി മസാജ് കയറണമെന്ന്. അങ്ങനെ ഞാൻ മസാജറിൽ കയറണം. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നി. മേ ബി ലൈക്ക് അത് നല്ലപോലെ എടുത്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം. പക്ഷെ എനിക്കെന്തോ ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നി. ഇറങ്ങിയിട്ടാണ് ഇനി നേരെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഏട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് നടത്താം, എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അങ്ങനെ വന്നു. നമ്മളിപ്പോൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് ഡിന്നറിന് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് ഡിന്നറിന് ഇറങ്ങാമെന്ന്. നമ്മൾ വളരെ ലൈറ്റായിട്ടേ കഴിച്ചിട്ടുള്ളൂ, കാരണം അധികം വിശക്കുന്നില്ലായിരുന്നു. സോ ഭയങ്കര ലൈറ്റായിട്ടാണ് കഴിച്ചത്. എനിക്കത് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ MC കാഫേയിൽ പോയിട്ടാണ് കഴിച്ച് ജസ്റ്റ് ഒരു ബർഗറും പിന്നെ ഒരു ക്യാപ്പിച്ചിനോയും
ഒരു ബെറി കൂളർ, പിന്നെ ഒരു ഐസ്ക്രീമും ആയിരുന്നു തോന്നുന്നു. അത്രയും കഴിച്ചു. ഭയങ്കര ലൈറ്റായിട്ട് മാത്രമാണ് കഴിച്ചത്. ഒരു ഹോട്ട് ചോക്ലേറ്റ് അല്ലേ, ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടി അത്രയും മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അതിനെ കുറിച്ച് കഴിച്ച് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അപ്പം തന്നെ ഓൾമോസ്റ്റ് വയറ് ഫുള്ളായി. ഇങ്ങനെ അധികം വിശന്നൊന്നുമില്ല, എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ്. അപ്പം ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് വൈകിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ആനന്ദ് സുരേഷ്. എനിക്ക് എനിക്കാണോ ഈ ക്യാമറ? യെസ്. ഇതിനാണ് ഇന്നലെ സഫ്നയായിട്ട് പോയത്. അല്ലല്ല, സഫ്നയായിട്ട് പോയതിനല്ല, സഫ്ന ശരിക്കും എന്റെ കൂടെ വന്നതാ. ഇത് അവള് കുറെ നാളുകൾക്ക് മുമ്പേ പെട്ടിക്കകത്ത്. അടിപൊളി കളക്ഷൻ ആണല്ലോ. ഇത് ഇന്നലാണ് എന്റെ പിങ്കിന് ചേരുന്നത്. ഇതെന്താ പറഞ്ഞ നോക്കുന്നു. ഡയറി. സത്യം പറയട്ടെ, ഇതൊന്നും എനിക്ക് വാങ്ങിച്ചാൽ പറ്റും. അല്ല നീ കറക്റ്റായിട്ട് എങ്ങനെ എണീറ്റടാ? ഞാൻ വിളിക്കുന്നത് നീ എണീറ്റ്. Will you still love me? Yes, I would. I'll always be loving you. Till your last breath. After the last breath also I'll be keeping on loving you. ബാക്കി നല്ല നൈസ് വ്യൂ അല്ലേ? പറ്റിച്ചോ? ഞാൻ വിചാരിച്ചത് മൊത്തം വീടാണ്. ഇത് നോക്ക്, നല്ല നൈസ് വ്യൂ അല്ലേ? ഓക്കെ, കണ്ടിന്യൂ. ഇത്രയും ചോക്ലേറ്റ് പോരാ അല്ലേ? ചോക്ലേറ്റ് ആഡ് ചെയ്ത് എന്താണെന്നല്ല. അല്ല, അത് അടിയിൽ കുറച്ച് വെക്കും. Let me guess. Photo frame. Of course. ये फोटो में कैसे आना? പൊട്ടിക്ക് നീല്ലേ? ആദ്യത്തെ ഫോട്ടോ ഈ അമ്മ ആക്കിയായിട്ടുള്ള. ഓക്കെ. യെസ്. വെഡിങ് ഫോട്ടോ. കണ്ടേ, ഞാൻ മറ്റപ്പം കാണിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ആനന്ദ് സുരേഷ്. ഹാപ്പി ന്യൂ ഇയർ പാരദീസ്. ഹാപ്പി ന്യൂ ഇയർ ആനന്ദ് സുരേഷ്. ഇനി പറയാനൊന്നുമില്ല. സാരമില്ലടാ. അപ്പൊ എങ്ങനെ റെഡി ആവല്ലേ? റെഡിയാവാം. ഇതെല്ലാം ഇഷ്ടപ്പെട്ടാ? ഇതെല്ലാം ചെയ്തു തന്നത് ആരാ? സഫ്നയുടെ ഡ്രീമി വർക്ക്സ്. സഫ്നയുടെ ഡ്രീമി വർക്ക്സിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺഗ്രാജുലേഷൻ. തുടങ്ങിയതല്ലേ ഉള്ളൂ. ബെസ്റ്റ് വിഷസ്. പിന്നെ അതെ, പിന്നെ ഇനിയും ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രീ ആയിട്ട് അവൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ആളുടെ ഫസ്റ്റ് വർക്കാന്നൊന്നും പറയില്ല. പെർഫെക്റ്റ്ലി, ഞാൻ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയുമല്ല, പെർഫെക്റ്റ്ലി റാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നല്ല രീതിയിൽ റാപ്പ് ചെയ്ത് എല്ലാം നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് എല്ലാം ലൈക്ക് എൻ്റെ നീഡനുസരിച്ച് അവെല്ലാം ചെയ്ത് തന്നു. ഒരു നോട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ ഒരു ഫ്രെയിം, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ചോക്ലേറ്റ്സ്, പിന്നെ ഒരു നോട്ട് പാഡും പെന്നും. പിന്നെ സഫ്നയ്ക്കും ഡ്രീമി വർക്ക്സും, സഫ്നയുടെ പേജായ ഡ്രീമി വർക്ക്സിനും താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ബാക്കി നമ്മുടെ കുറേ വിശേഷങ്ങളായിട്ട് വരാം. ഇനി നമ്മൾ റെഡിയായി ഡിന്നറിനും പിന്നെ ലാസ്റ്റ് അവിടെ പോയി നിന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം.